ഹലോ ഇന്ന് നമ്മുടെ 14 ഡേയ്സ് ചലഞ്ചിലെ 5ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല, ഞാൻ പറയാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഔട്ട് ഓഫ് കംഫർട്ടിനെ കുറിച്ചാണ്. അതല്ലെങ്കിൽ ബിയോണ്ട് ബൗണ്ടറീസ്, അതും അല്ലെങ്കിൽ ബ്രേക്കിംഗ് ബൗണ്ടറീസ്. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ് ലേബിളിട്ട് വെച്ചിട്ടുണ്ടാവും കുറച്ച് കാര്യങ്ങളൊക്കെ. ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്താൽ ശരിയാകുമോ, എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ടതൊന്നും ചെയ്യാനേ പറ്റില്ല എന്നിങ്ങനെ നൂറ് എക്സ്ക്യൂസസും കാര്യങ്ങളും പേടികളൊക്കെ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ കുത്തു നിറച്ച് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു തരത്തിൽ പേടി എന്ന് തന്നെ പറയാം. ഈ പേടി എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ ചെയ്യാതെ പോയ എത്ര കാര്യങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, ആ ഇമ്പോസിബിൾ എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമ്മൾ ഒരിക്കലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആ കാര്യം ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് ചിന്തിക്കുന്ന ആ ഒരൊറ്റ നിമിഷം വരെയുള്ളൂ. പിന്നെ അങ്ങോട്ട് ആ ഇമ്പോസിബിൾ എന്നുള്ളത് പോസിബിൾ ആവുകയാണ്, പോസിബിലിറ്റീസ് ആവുകയാണ്. നാട്ടുകാർ പറയട്ടെന്നേ, നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുക. നമ്മുടെ പീസ് ഓഫ് മൈൻഡ്, നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ പ്രയോറിറ്റി അതാണ്. അപ്പൊ ഇന്ന് മുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന കാര്യം നമ്മൾ തേടി പിടിച്ച് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞു കാര്യമെങ്കിലും നമ്മൾ ചെയ്തിരിക്കും. ഇന്ന് അതിനുള്ള ഒരു ഫൗണ്ടേഷൻ നമ്മൾ എന്തായാലും ഇട്ടിരിക്കും. സത്യമല്ലേ? കൂടെ കൂടുമല്ലേ? മേ ബി നമ്മൾ അതിൽ പരാജയപ്പെട്ടേക്കാം. ഹു കാൻ കെയർ ഫോർ ദാറ്റ്, അല്ലേ? നമ്മൾ അതിനകത്തിട്ട് ആ ഒരു എഫേർട്ട്, നമ്മൾ ചെയ്ത ആ സ്ട്രഗിള്, നമ്മൾ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്തു, അത് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ഇനിയും മുന്നോട്ട് പോകും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ്, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ തേടി പിടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയ കാര്യങ്ങൾ തന്നെ ചെയ്യും. അപ്പൊ എല്ലാവരും ബ്രേക്ക് ദ ബൗണ്ടറീസ്.